അങ്ങനെ ഒരു ഗോ ടു ഫുഡൊക്കെ ഉണ്ടോ? ഗോ ടു ഫുഡൊന്നുമില്ല. എനിക്ക് ഞാൻ ഭയങ്കര കംഫർട്ട് ഫുഡിന്റെ ആളാണ്. പിന്നെ ടേസ്റ്റ് വേണോ? ടേസ്റ്റ് വേണോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഞാൻ കുക്ക് ചെയ്യുന്ന ആളാ. ഇപ്പൊ വീട്ടില് ഭക്ഷണം കുക്ക് ചെയ്യണത് ഞാൻ തന്നെയാണ്. അപ്പൊ എന്റെ കുറച്ച് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ചോറ്, പരിപ്പ്, തോരൻ, മെഴുക്ക് വരട്ടി, ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം കഴിക്കാൻ. ഇതൊക്കെയാണെങ്കിൽ ഞാൻ വളരെ മീൻകറി വളരെ ലാവിഷായിട്ട് ഞാൻ ഇരുന്ന് കഴിക്കുന്ന ആളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാ. ചിക്കനും ചോറും മാത്രം ഉണ്ടെങ്കിൽ ഞാൻ 3 നേരം കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറി. അത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ ഉണ്ടാക്കണ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്, അതേ സാധനം ഞാൻ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. ചിക്കനും ചോറുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. ഗോ ടു പ്ലേസ് ഉണ്ടോ വീടല്ലാണ്ട്? എനിക്ക് വീട് തന്നെയാണ്. എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് വീട്ടില് വരണം എന്നുള്ളത്. വീട്ടിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ, സമാധാനത്തിന്റെ സ്ഥലം, അങ്ങനെ ബാൽക്കണിയോ? എനിക്ക് ബാൽക്കണി ഭയങ്കര ഇഷ്ടമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇപ്പൊ താമസിക്കുന്ന ഫ്ലാറ്റ് ബ്രഹ്മപുരത്തിന്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുന്നില്ല. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ലിവിംഗ് റൂം തന്നെയാണ്. ലിവിംഗ് റൂമിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ലിവിംഗ് റൂമിൽ ഒരു ബീൻ ബാഗ് ഉണ്ട്. ഈ ബീൻ ബാഗിനുള്ള ഒരു കുഴപ്പം അതാണ്, ഇതില് നമ്മള് ഇരുന്ന് തുടങ്ങിയാൽ പിന്നെ അതിലേ ഇരിക്കും. അപ്പൊ ഈ ബീൻ ബാഗ് ആണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കംഫർട്ട് സ്പേസ്. ഇപ്പൊ രാവിലെ ആണെങ്കിലും ഉറക്കണീറ്റതാണെങ്കിലും നേരെ വന്നിരിക്കണത് ആ ബീൻ ബാഗിലാണ്. ബീൻ ബാഗിൽ വന്നിരുന്ന് റീൽസ് കാണലാണ് എൻ്റെ മെയിൻ പരിപാടി. TV കാണാനാണെങ്കിലും ബീൻ ബാഗ് തന്നെ. ഈ റീൽസ് ഒക്കെ കാണുമല്ലോ, റീൽസ് കാണലാണ് എൻ്റെ മെയിൻ പണി. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് റീൽ ചെയ്യണം, ഇപ്പോൾ പുഷ്പയുടെ ഒരു പാട്ടിറങ്ങിയപ്പോൾ അതിനനുസരിച്ച് റീൽ ചെയ്യണം, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ടിരിക്കോ? അതോ ആലോചിക്കും കാണുമ്പോ കൊള്ളാല്ലേ, ഇത് ചെയ്ത ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പൊ ഞാനും കുഞ്ഞും കൂടെ ഒരു റീല് ചെയ്തു, ഒരു മറ്റേ ആപ്പറ്റ ആ സാധനം ചെയ്തായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു കൊള്ളാലോ, ഈ സ്റ്റെപ്പ് കൊള്ളാം. അതായത് ബേസിക്കലി ഈ ഡാൻസ് റീൽസ് വരുമ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് നോക്കും മനസ്സിൽ, എനിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ. നമ്മള് വലിയ ഡാൻസറാന്നൊക്കെ പറഞ്ഞാലും ചില സാധനങ്ങൾ നമുക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യം ഇരുന്ന് ചെയ്തു നോക്കും. അപ്പൊ ഈ ആപ്പറ്റ ഡാൻസ് വന്നപ്പം നമ്മൾ ഒരു 2 പ്രാവശ്യം ഈ റീൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ റീൽ തന്നെ നമുക്ക് വന്നോണ്ടിരിക്കുമല്ലോ, ഒരു 100 പ്രാവശ്യം. അങ്ങനെ ഒരു 100 പ്രാവശ്യമൊക്കെ റീലായപ്പോഴേക്കും ഞാൻ ഈ സ്റ്റെപ്പ് അങ്ങ് പഠിച്ചു. സ്റ്റെപ്പ് പഠിച്ചപ്പോൾ എനിക്കിത് അയ്യോ പഠിച്ചു, ഇനി എന്ത് ചെയ്യും? അപ്പൊ അത് കളിക്കണമല്ലോ. അപ്പൊ ഞാൻ കൊച്ചിനെ വിളിച്ച് 2 മിനിറ്റ് കൊണ്ട് ഫുൾ ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാ റീല് ചെയ്തിടാം. അങ്ങനെയാണ് ആ റീല് ചെയ്തത്. അതേ ലൈനിലാണ് ഇപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ മറ്റേ പുഷ്പയുടെ സാധനം ഇങ്ങനെ എനിക്ക് കണ്ടിന്യൂസ്ലി വരുന്നുണ്ട്. ഏതാണ്ട് അതിന്റെ സ്റ്റെപ്പൊക്കെ സെറ്റാണ്. കൊച്ചിനെ കൂടി പഠിപ്പിച്ച ഇനി അടുത്ത റീൽ ചെയ്യാം. ഗോ ടു സോങ് ഉണ്ടോ? ഗോ ടു സോങ് ഇല്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം 90s തമിഴ് ക്ലാസിക്സ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ഇളയരാജ, AR റഹ്മാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ആ ഒരു ഇപ്പം സുന്ദരി കണ്ണാൽ ഒരു ചെയ്തി, ഡ്യുവറ്റിലെ പാട്ടുകൾ, എൻ കാതലേ, പിന്നെ എന്തെൻ നെഞ്ചിൽ നീങ്കാതെ തെன்றൽ നീദാന, ഇങ്ങനത്തെ സോങ്സ് എനിക്ക് ഭയങ്കര ഒരു റൊമാൻറ്റിക് ട്രാക്സ് ആണല്ലോ. അങ്ങനെയില്ല കേട്ടോ, റൊമാൻറ്റിക് തന്നെ അങ്ങനെയൊന്നുമില്ല. അല്ലാതെയും ആ ഒരു ടൈം അതിലെ സോങ്സ് ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇളയരാജ ഉണ്ട്, റഹ്മാൻ വരുന്നു. അതെ ആ ഒരു ടൈമിൽ ഇപ്പം മലരെ മൗനമ അങ്ങനത്തെ സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര. പുതുവെള്ളായി മഴ ഇല്ല, വളരെ പെട്ടെന്നായിരുന്നു. ഇല്ല, ഒറ്റയ്ക്ക് പാടും. ഒറ്റയ്ക്ക് ഞാൻ സൂപ്പറായിട്ട് പാടും. പ്രത്യേകിച്ച് ക്യാമറയുടെ ഫ്രണ്ട് ഡ്രൈവ് ചെയ്യുമ്പോ പാടും. ഡ്രൈവ് ചെയ്യുമ്പോ മറ്റേ ഇതിട്ടിട്ട് അതിന്റെ കൂടെ ഞാൻ പാടും. അതൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ ഹെഡ്ഫോൺ കുത്തി വെച്ചിട്ട് ഞാൻ കൂടെ പാടും. ഇത് പുറത്ത് കേൾക്കുന്നവരുടെ അവസ്ഥയാണ് ദാരുണം. എനിക്കറിയില്ലല്ലോ, ഞാൻ ഇത് കുത്തി വെച്ചിട്ട് കൂടെ അല്ലേ പാടുന്നത്. ഗോ ടു സിനിമ ഉണ്ടോ? ഗോ ടു സിനിമ
എനിക്ക് കാണാൻ ഇഷ്ടമുള്ള കുറച്ച് സിനിമകളുണ്ട്. ഞാൻ റിപ്പീറ്റഡ്ലി കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമകളുണ്ട്. അതിൽ ഒരു സിനിമ 200% മണിച്ചിത്രത്താഴ്. ഓക്കെ. മണിച്ചിത്രത്താഴ് എനിക്ക് ഭയങ്കര, എത്ര കണ്ടാലും എനിക്ക് മടുക്കാത്ത ഒരു സിനിമയാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ ഇനിയും ഇരുന്ന് കാണും, അതെനിക്കറിയാം. പിന്നെ ഒരു സിനിമ കണ്ടുകൊണ്ടേൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണത്. പിന്നെ എനിക്കിഷ്ടം ബേബീസ് ഡേ ഔട്ട്. ബേബീസ് ഡേ ഔട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അത് ഈ പറഞ്ഞ പോലെ അതൊരു മെമ്മറി അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എൻ്റെ അച്ഛൻ സൗദിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, പ്രവാസി ആയിരുന്നു അദ്ദേഹം. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം അവിടുത്തെ പണിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ ആള് വരുമ്പോൾ ഒരു ലോഡ്, അന്ന് ഒരു VCRന്റെ പ്ലെയറും ഈ കുറെ VCRന്റെ കാസറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. അന്ന് കൊണ്ടുവന്ന കാസറ്റുകളിൽ ഒരെണ്ണം ഈ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ്. അപ്പൊ ഇത് ഞങ്ങള് കുഞ്ഞായിരിക്കുമ്പം മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ബേബീസ് ഡേ ഔട്ട് ഇട്ട് കാണും. ആ സിനിമ എനിക്ക് ബൈ ഹാർട്ടാണ്, സീൻ ബൈ സീൻ എനിക്ക് ബൈ ഹാർട്ടാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ സിനിമ കാണാൻ. How was 2024? 2024 was everything. Good, bad, worse, best. എല്ലാം ഉണ്ടായിരുന്നു. What was best? ബെസ്റ്റ് എന്താന്ന് പറയാറായിട്ടില്ല. ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം എന്ന് നമ്മൾ പറയില്ലേ. ഒരു നല്ല കാര്യത്തിന് ഒരു തുടക്കം 2024 സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു പ്രോപ്പർ കൺക്ലൂഷൻ 2025 സംഭവിക്കുന്നത്, അതെനിക്കറിയാം. സോ ഐ ഡോണ്ട് വോണ്ട് ടു ബ്രേക്ക് ദ സസ്പെൻസ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ 2025. പിന്നെ എനിക്ക് പേഴ്സണലി വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത് 2024 ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. 2024 ഞാൻ ലൈസൻസ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കും. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓസ്കാർ സാധനം അല്ല, അത് ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അതായത് ഒരാളെ എനിക്ക് ഡിപ്പെൻഡ് ഇല്ല, ഞാനത് അതിലോട്ട് പോകുന്നില്ല, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയി. അല്ല, അതായത് ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ലൈഫിൽ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. ഈ ഒരു സാധനത്തിന് മാത്രം ഞാൻ ഡിപ്പെൻഡന്റ് ആയിരുന്നു. അതിന് ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആളുകൾ അതിന് പ്രത്യേകിച്ച് ഒരാളെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ആളോടുള്ള വാശിക്കാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഡ്രൈവിംഗ് പഠിച്ചത്. അടിപൊളിയായി. ഇപ്പൊ ഞാൻ സൂപ്പറായി. ഇപ്പൊ എനിക്ക് വലിയ എവിടെ വേണമെങ്കിലും ഞാൻ വണ്ടി എടുത്തോണ്ട് പോകും എന്നുള്ള ഒരു സിറ്റുവേഷൻ. ഗുഡ്, അതാ ഞാൻ പറഞ്ഞത്, ഗുഡും ബെസ്റ്റും ഒക്കെ ഇനി. ബാഡ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഒരു ഫിൽട്രേഷൻ നടന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ